കൗമുദി ടിവിയുടെ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സംസ്ഥാനത്തെ 24ാമത്തെ മന്ത്രിസഭയായി വി.ഡി. സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിട്ട് ഇന്ന് 50 ദിവസങ്ങൾ പൂർത്തിയാവുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അതിൻ്റെ ചൂടും ചൂരുമറിഞ്ഞ് അഗ്നിസന്നിഭമായ നിരവധി പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ നിന്ന കൊല്ലത്തിൻ്റെ നിയമസഭാ സാമാജിക ശ്രീമതി ബിന്ദു കൃഷ്ണ ഇന്ന് മന്ത്രിസഭയിൽ അംഗമാണ്. തൊഴിൽ, വനിത, ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണയ്ക്ക് വകുപ്പുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായ ദിശാബോധവും കാഴ്ചപ്പാടുകളുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. സ്വാഗതം ചെയ്യാം ബിന്ദു കൃഷ്ണയെ കൗമുദി ടിവിയിലേക്ക്. നമസ്കാരം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചസാര കൊണ്ട് തുലാഭാരമൊക്കെ നടത്തിയിരുന്നു. ഭർത്താവിൻ്റെ പേര് കൃഷ്ണകുമാർ, മകൻ്റെ പേര് ശ്രീകൃഷ്ണ, മന്ത്രി ബിന്ദു കൃഷ്ണ. കൃഷ്ണഭക്തയാണോ? തീർച്ചയായും, ചെറുപ്പം മുതലേ, ഓർമ്മ വെച്ച കാലം മുതലേ ആണല്ലേ. ഗുരുവായൂരപ്പൻ്റെ ഭക്തി. ഇപ്പം നമ്മൾ ഈ മന്ത്രിസഭ അധികാരത്തിലേറുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൻ്റെ തന്നെ പ്രഖ്യാപനം എന്ന് പറയുന്നത് വനിതകൾക്ക് വേണ്ടി ധാരാളം പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അംഗൻവാടി വർക്കേഴ്സിൻ്റെ വേതനം വർദ്ധിപ്പിക്കുന്നു, പ്രീ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ വേതനം വർദ്ധിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ ആശാ വർക്കേഴ്സിൻ്റെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു. അത് ദീർഘനാളായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു. അതോടൊപ്പം പ്രിയദർശിനി ബസ് യാത്ര. ഇത് പരോക്ഷമായിട്ട് മന്ത്രിയുടെ വകുപ്പുകളല്ലെങ്കിൽ പോലും ഒരു വനിത എന്ന നിലയിൽ ഈ കാര്യത്തിൽ എന്ത് തോന്നുന്നു? വലിയ സന്തോഷവും അഭിമാനവുമുണ്ട്. നമ്മളെപ്പോഴും പറയും, നമ്മുടെ നാട്ടിൽ നോക്കിയാൽ സ്ത്രീകളെല്ലാം തന്നെ വീട്ടകങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടന്നു വന്ന തൊഴിലിലും വ്യവസായ സംരംഭങ്ങളിലും അടക്കം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ എന്നാലും യഥാർത്ഥത്തിൽ ഇനിയും ഒരുപാട് സ്ത്രീകൾ സ്വന്തം സ്വത്വത്തെക്കുറിച്ച് തിരിച്ചറിയാതെയും അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാതെയും അവഗണിക്കപ്പെട്ടും പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ മുഴുവൻ പേരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെ വ്യക്തിപരമായും വനിതാ വികസന വകുപ്പിൻ്റെ ചുമതലയുള്ള വ്യക്തി എന്ന നിലയിലും എൻ്റെ ഏറ്റവും വലിയ താല്പര്യം. ആ അർത്ഥത്തിൽ കേരളത്തിലെ VDS സർക്കാർ സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന് ആദ്യ ക്യാബിനറ്റിൽ തന്നെ പറയാതെ പറഞ്ഞു, തെളിയിച്ചു. വാക്കുകളിലൂടെയല്ല. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ മുഖ്യമന്ത്രി വല്ലപ്പോഴേ സംസാരിക്കത്തുള്ളൂ. മന്ത്രിമാരായാലും ആരായാലും ആ സർക്കാരിനെ പ്രതിനിധീകരിച്ച് പറയുന്നവരെല്ലാം സ്ത്രീപക്ഷ കാര്യങ്ങൾ വാചാലമായി പറയും, പക്ഷേ പ്രവൃത്തിയിലൊന്നുമില്ല. സ്ത്രീകൾക്ക് ഉപകാരപ്രദമൊന്നുമില്ല. പക്ഷേ UDF സർക്കാർ അങ്ങനെയല്ല. പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തിച്ച് കാണിക്കുന്നതിലാണ് ഞങ്ങൾക്ക് താല്പര്യം. അത് തീർച്ചയായും പ്രിയദർശിനി എല്ലാ പദ്ധതികളും ഏറ്റെടുത്തു. നമുക്കറിയാം, ആശാപ്രവർത്തകർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ കൊടും വെയിലിലും പെരുമഴയത്തും സമരം ചെയ്തപ്പോൾ അവരെ അവഗണിക്കുക മാത്രമല്ല അപമാനിക്കുകയും നിരവധി തവണ ഭരണകർത്താക്കൾ അപമാനിച്ചിട്ടും 1 രൂപ 100 രൂപ കാശ് കൂട്ടി കൊടുക്കാമെന്ന് അവർ പറഞ്ഞത്. അത്രയും സമരത്തിനൊടുവിൽ. അതേസമയം ഞങ്ങൾ ആദ്യത്തെ ക്യാബിനറ്റിൽ 5 വർഷത്തേക്ക് ജനങ്ങൾ മാൻഡേറ്റ് നൽകി അധികാരത്തിൽ വന്ന സർക്കാരാണ്. ഞങ്ങൾ ആദ്യ ക്യാബിനറ്റിൽ തന്നെ 3000 രൂപ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഈ സൂചിപ്പിച്ചതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വനിതകളെയും ചേർത്ത്, എല്ലാ പുരുഷന്മാരെയും വനിതകളെന്നും ട്രാൻസ്ജെൻഡേഴ്സൊന്നും ഭേദമില്ല, മുഴുവൻ പേരെയും ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാരാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ ആരുടെയാണോ ഹനിക്കപ്പെട്ടത് അവരെ കൂടുതൽ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് ചെയ്തു. ആ മന്ത്രിസഭയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ ഈശ്വരനോട് നന്ദി, അതിലേറെ കൊല്ലത്തെ ജനങ്ങളോടും തീരാത്ത കടപ്പാടുണ്ട്. ഇപ്പോൾ തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വലിയൊരു വെല്ലുവിളി മുന്നിൽ വന്ന് നിൽക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ കോഡ് വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനനുസൃതമായി സംസ്ഥാന സർക്കാർ ചട്ടങ്ങളൊന്നും വികസിപ്പിച്ചിട്ടില്ല. എങ്കിലും ഇപ്പോൾ ഈ അടുത്തിടെയായി തന്നെ നമ്മുടെ IT സെക്ടറിലും മറ്റു ഏതാണ്ട് 800ഓളം ആളുകൾക്ക് കൊച്ചിയിലും കോഴിക്കോടും തൊഴിൽ പോയി നിൽക്കുന്നു. അപ്പോൾ സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ, ആ ഒരു സന്ദേശം സമൂഹത്തിൽ വ്യാപിക്കുന്നുണ്ട്. ഇത് തൊഴിലുടമയ്ക്ക് അനിയന്ത്രിതമായ ഒരു സ്വാതന്ത്ര്യം ഈ ലേബർ കോഡ് നൽകുന്നുണ്ട്. അപ്പോൾ അത് മാതൃകാപരമായ ഒരു ഒത്തുതീർപ്പ്, അതായത് സർക്കാർ ഒരു കാഴ്ചക്കാരായി നിൽക്കാതെ മാതൃകാപരമായ ഒരു ഒത്തുതീർപ്പ് വേണ്ടേ ഈ കാര്യത്തിൽ? സർക്കാർ കാഴ്ചക്കാരായി നിൽക്കുന്നു എന്നുള്ളത് തികച്ചും അവാസ്തവവും അതിലേറെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണം മാത്രമാണ്. കൊറോ ഹെൽത്തിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായെന്ന് എന്നെ വിളിച്ചറിയിക്കുന്നത് പ്രിയപ്പെട്ട തൃക്കാക്കര MLA ഉമാ തോമസാണ്. ഉമ്മച്ചേച്ചി വിളിച്ച ഉടൻ തന്നെ ഞാൻ സെക്രട്ടറി ലേബർ കമ്മീഷണറെയും വിളിച്ചു. അതിനിടയിൽ തന്നെ അവിടുത്തെ ജില്ലാ ലേബർ ഓഫീസർ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു, ഇങ്ങനൊരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹവും ശ്രദ്ധയിൽപ്പെടുത്തി. ആ നിമിഷം മുതൽ ലേബർ വകുപ്പ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെയും ആ പ്രശ്നത്തോടൊപ്പമുണ്ട്. ലേബർ ഉദ്യോഗസ്ഥന്മാർ അവിടെ A to Z കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ സംസ്ഥാനത്ത് ഉമ്മച്ചേച്ചിയുടെ സാന്നിധ്യത്തിൽ മറ്റ് ബന്ധപ്പെട്ടവരുടെ ജീവനക്കാരുടെയൊക്കെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ വെള്ളിയാഴ്ച വൈകിട്ട് തീരുമാനമെടുത്തത് മന്ത്രിതല ചർച്ചയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഹയർ ഓഫീഷ്യൽസ് ആരും അവിടെ ഇല്ല, ആ സെൻറ്ററിലില്ല.
അപ്പോൾ ഹയർ ഒഫീഷ്യൽസ് ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്നൊക്കെ വന്നതിന് ശേഷം മന്ത്രിതല ചർച്ച നടക്കുന്നത് വരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അത് പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ശനിയാഴ്ച രാവിലെ ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ക്ലോസ് ചെയ്യുന്ന പോലെയുള്ള എമൗണ്ട് വന്നത്. 3 മാസത്തെ ശമ്പളം, അത് ക്ലോസിങ് അത് സിഗ്നൽ അതാണ്. അത് വന്നപ്പോഴാണ് ഇവർ അതിൽ നിന്ന് പിന്മാറുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ വീണ്ടും ഇടപെടൽ നടത്തി അവസാനം അന്ന് അവർ വരാൻ തയ്യാറാണെങ്കിൽ, വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എനിക്കും നിരന്തരമായ ഒഫീഷ്യൽ പരിപാടികളുണ്ടെങ്കിലും ബാക്കി മുഴുവൻ മാറ്റിവെച്ച് കൊച്ചിയിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു. നിരന്തരമായി ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന് ഞങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ടാണ് ഇവിടെയുള്ള ഓരോ നിമിഷവും ലേബർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇന്നലെ ലേബർ കമ്മീഷണർ നേതൃത്വത്തിൽ കൊച്ചിയിൽ നേരിട്ട് ലേബർ കമ്മീഷണർ എത്തി ചർച്ച നടത്തി. ആ ചർച്ചയിൽ മാനേജ്മെൻറ്റ് പ്രതിനിധിയായി പങ്കെടുത്തൊരു ലീഗൽ അഡ്വൈസറാണ്. ബാക്കി ജീവനക്കാർ പ്രതികൾ. ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഓരോ നിമിഷവും കേരളത്തിലെ സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് തൊഴിൽ വകുപ്പ് നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് കൂടെയുണ്ട്. മറിച്ചുള്ള പദ്ധതികളെല്ലാം ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളല്ല. ഇതിപ്പോൾ സർക്കാരിന് ഇടപെടുന്നതിനൊരു പരിധിയുണ്ട് ഇക്കാര്യത്തിൽ. ആ രംഗത്ത് ശരിയാണ്. 2020 ലേബർ കോഡ് പാർലമെൻറ്റ് പാസ്സാക്കിയത്. പാർലമെൻറ്റ് പാസ്സാക്കി കേന്ദ്ര ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചു. കേന്ദ്ര ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ പിന്നെ കേരള ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ചട്ടങ്ങളുടെ ഡ്രാഫ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ പിന്നീട് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് പ്രഖ്യാപിക്കേണ്ടത്. അതിലാദ്യം ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചത് കേരള ഗവൺമെൻറ്റാണ്. അന്ന് ഓർക്കണം, LDFൻ്റെ ഗവൺമെൻറ്റാണ്. മറ്റ് സംസ്ഥാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ കേന്ദ്ര നിയമത്തിന് അനുബന്ധമായി കേരള ചട്ടങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനെതിരായിട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ ഒക്കെ വന്നു. പിന്നെ അവർ വിപുലമായ ചർച്ചയൊക്കെ നടത്തി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് ഗോപാൽ ഗൗഡ കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. അത് അവിടെ ഇരിക്കുക, പിന്നെ അവരൊന്നും ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് മെയ് 18 ഈ വർഷം. പക്ഷേ അതിനു മുമ്പ് മെയ് 8 തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഫൈനൽ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു, വിജ്ഞാപനം ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ചുമതലയെടുത്ത മെയ് 18 ശേഷം ജൂൺ 8 തന്നെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ മുഴുവൻ തൊഴിലുറപ്പ് മന്ത്രിമാരുടെയും യോഗം വിളിച്ചു ചേർത്ത് അടിയന്തരമായി അന്ത്യ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ടു. ആ യോഗത്തിൽ തന്നെ ഞാൻ കേരളത്തിന് വേണ്ടി പറഞ്ഞു, കേരളത്തിൻ്റെ തൊഴിൽ സംസ്കാരവും തൊഴിൽദാതാക്കളും തൊഴിലാളികളും ഒക്കെ കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു വളരെ നല്ല തൊഴിൽ സംസ്കാരമുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വിപുലമായ ചർച്ചകളും എല്ലാവരും വിശ്വാസത്തിലെടുത്തേ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് സമയം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. ലേബർ കോഡ് ഒരു വെല്ലുവിളിയാണോ? ലേബർ കോഡ് തീർച്ചയായും വെല്ലുവിളി തന്നെ. യൂണിയൻ ഇല്ലാതാവുകയാണ്, ക്ഷേമനിധി ഇല്ലാതാവുകയാണ്, ഒരു കോടതിയുണ്ട് അതുപോലും ഇല്ലാതാവും. ലേബർ കോടതിയിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണലുകളായി ലയിപ്പിക്കുകയാണ്. ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ നമുക്ക് 20 തൊഴിലാളികൾ 20 അതിൽ കൂടുതലുള്ള തൊഴിലാളികളുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സംസ്ഥാന തൊഴിൽ വകുപ്പിന് അധികാരവും അവകാശവും നിയന്ത്രണവും ഒക്കെ ഉണ്ട്. ഇനി അത് 300 തൊഴിലാളികൾ ജോലി ചെയ്യുന്നിടത്തേക്ക് ആകുമ്പോൾ കേരളത്തിൽ എത്ര സ്ഥലത്താണ് 300 തൊഴിലാളികളുള്ളത്? എണ്ണിയെടുക്കാവുന്ന കുറേ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്ത് നടക്കുന്ന തൊഴിൽ ചൂഷണങ്ങളും ഇതുപോലെ ഏകപക്ഷീയമായ പിരിച്ചുവിടലുകളെയും ഇടപെടുവാൻ വകുപ്പിനും നിയമത്തിനും പരിധികൾ ഉണ്ടാകുന്നത് തീർച്ചയായും നമ്മുടെ രാജ്യം നൂറ്റാണ്ടുകളായി നടത്തിയെടുത്ത നിരവധി സമര പോരാട്ടങ്ങൾക്കൊടുവിലാണ് തൊഴിലവകാശങ്ങൾ നേടിയെടുത്തത്. അതൊക്കെ ജലരേഖയാകുന്നത് തീർച്ചയായും ആശങ്കാജനകമാണ്. ഇപ്പോൾ ഈ യുവാക്കൾക്ക് തൊഴിൽ വർദ്ധിപ്പിക്കുക, അതായത് അവരുടെ സ്വയം തൊഴിൽ കണ്ടെത്താനും അതോടൊപ്പം തന്നെ അവർക്ക് സർക്കാർ ജോലിക്ക് പുറമേ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെ തൊഴിൽ വകുപ്പ് എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്യാൻ പോകും? നിരവധിയായ പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ഹെൽപ്പ് ലൈനുകളുണ്ട്. ഇനി നൂതനമായ കുറേ പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള പരിപാടികളുണ്ട്. തൊഴിൽ നൈപുണ്യ വികസനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ പറയുന്ന സർക്കാർ ജോലി മാത്രമല്ല, ഒരുപാട് സംരംഭകർ വളരെ വ്യത്യസ്തമായ സ്കില്ലുകൾ അവരുടെ എല്ലാ മനുഷ്യർക്കും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഊതിക്കാച്ചി എടുക്കുന്നതിൽ സ്റ്റേറ്റ് വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനമാണ്. അങ്ങനെ വിവിധ മേഖലകളിലായി സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വ്യവസായങ്ങളുമായി അറ്റാച്ച് ചെയ്യാൻ കഴിയും, പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും. അവർക്ക് അതിന് വേണ്ടുന്ന മുഴുവൻ എല്ലാ സൗകര്യങ്ങളും ഭൗതിക സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുവാൻ സർക്കാർ മുൻപന്തിയിലുണ്ടാകും. ജോബ് മേളകൾ നടത്തും. നമുക്കറിയാം, ലോകം ഇന്നൊരു വിരൽത്തുമ്പിലാണ്. അപ്പോൾ ലോകത്ത് ഈ മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സർക്കാർ ആത്മാർത്ഥമായി ശ്രമിക്കും. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 100 ദിന കർമ്മ പരിപാടികൾ ഇപ്പോൾ നടത്താൻ തുടങ്ങിയാണ്. അങ്ങനെ എല്ലായിടത്തും പുതിയ നവസംരംഭങ്ങളും നവസാധ്യതകളും UDF ഗവൺമെൻറ് കൊണ്ടുവരും. ഇപ്പോൾ ശിശുക്ഷേമ വകുപ്പിൻ്റെയും കൂടെ ഉടമസ്ഥയാണ്. അപ്പോൾ
കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ധാരാളം വെല്ലുവിളികൾ, ഉദാഹരണമായിട്ട് അവർ ഡിജിറ്റൽ യുഗത്തിലുള്ള വെല്ലുവിളികൾ, സൈബർ ഓൺലൈൻ ചൂഷണം, അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ, സമൂഹ മാധ്യമ ദുരുപയോഗം, അതൊക്കെ ഒരു വെല്ലുവിളികളല്ലേ, പ്രത്യേകിച്ച് കുട്ടികൾ അതിനെങ്ങനെയാണ് നേരിടുന്നത്? കുഞ്ഞുങ്ങൾ, നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു പക്ഷേ മുൻകാലത്ത് ഇത്രയും ഇല്ലയെന്ന് നമ്മളൊക്കെ വളർന്നു വന്ന് നമ്മുടെ അനുഭവം വെച്ചിട്ടാണ് എങ്കിൽ നമ്മളെ കരുതാനും നോക്കാനും നമ്മുടെ വീട്ടുകാർ മാത്രമല്ല അയൽക്കാരും നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അണുകുടുംബങ്ങളിലേക്ക് മാറിയത് കൂട്ടുകുടുംബം മാറിയ അണുകുടുംബം ഒരു അരക്ഷിതാവസ്ഥ. മാതാപിതാക്കൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ തൊഴിലിന് പോകണം, ഇപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കണം. അതും ഒരു ഭാഗത്ത്. മറുഭാഗത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഇരുണ്ട ഡിജിറ്റൽ ഡാർക്ക് നെറ്റ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കുറേ ചതിയിടങ്ങളും ഒളിയിടങ്ങളും ഈ മേഖലയിലുണ്ട്. ഇൻ്റർനെറ്റ് യുഗത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ പിറന്നു വീഴുന്ന കുഞ്ഞിന് കരച്ചിൽ നിർത്താണെങ്കിൽ മൊബൈൽ കൊടുത്താൽ മതി. അവിടെ തൊട്ട് തുടങ്ങിയാണ് മൊബൈൽ ഉപയോഗം. പിന്നെ ഗെയിമായാലും പല രൂപത്തിലും ഭാവത്തിലും ചെറിയ കഥകളായാലും അങ്ങനെ വിഷ്വൽ ലോകത്തേക്ക് കുഞ്ഞുങ്ങൾ ആകർഷിക്കപ്പെടുക. അവിടെയുള്ള ചതിക്കുഴികൾ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ആ കാര്യത്തിൽ ബോധവൽക്കരിക്കുന്നതിനും ഒരു പരിധിയിലെ ശാസ്ത്രീയമായ മൊബൈൽ ഉപയോഗം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മറുഭാഗത്ത്, അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇതിനൊക്കെ ഒരു ഒരു മാനദണ്ഡങ്ങൾ കൊണ്ടുവരുവാനും അതിനെ സംബന്ധിച്ച് ബോധവൽക്കരിക്കാനും കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കാനും അതോടൊപ്പം നിയമങ്ങൾ കർശനമാക്കാനും ഇനിയും കുറേ നിയമങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഇത്തരം മേഖലയിൽ നിന്ന് ചൂഷണം ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശന നിയമ നടപടി എടുത്തേ മതിയാകും. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അടക്കമുള്ള ആളുകൾക്ക് കൂടുതൽ ബോധവൽക്കരണവും ഒപ്പം തന്നെ അവർക്ക് ഭയരഹിതമായി ഇത്തരം വിഷയത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളും ഒക്കെ തന്നെ വകുപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതും ഒരു ഭാഗം. മറുഭാഗത്ത് ശിശുവിനേരാ ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഉറ്റ ബന്ധുക്കൾ അച്ഛനും അമ്മയും തന്നെയാണ്, ഒപ്പം മറ്റു ബന്ധുക്കൾ. ഈ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഉറ്റബന്ധു ശൃംഖലയുണ്ട്. അവിടെ കുഞ്ഞ് സുരക്ഷിതമെന്നാണ് ഇത്രയും കാലം നമ്മൾ വിചാരിച്ചത്. ഇപ്പം കാണുന്ന 1.5 വയസ്സുകാരൻ്റെ കാര്യം തൊട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ എന്നാൽ അച്ഛനോടും അച്ഛൻ്റെ അമ്മയുടെ പെറ്റ അമ്മയുടെ അടുത്ത് പോലും കുഞ്ഞ് സുരക്ഷിതമല്ല എന്ന് പറയാം. കുഞ്ഞിനെ ടെറസിൽ നിർത്തിയിട്ട് പോയി 1.5 വയസ്സുള്ളൂ. അത് രണ്ടാനച്ഛനാന്ന് പറയാം, പക്ഷെ അമ്മ അറിയാതെ പോകുന്നില്ലല്ലോ. രണ്ടാനച്ഛനായാലും സ്വന്തം അച്ഛനായാലും സ്വന്തം അമ്മയായാലും അവരുടെ അടുത്ത് പോലും പെറ്റമ്മയുടെ മടിയിൽ പോലും കുഞ്ഞ് സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവ് വളരെ ആശങ്കയോടുകൂടിയാണ് നമ്മൾ പോയിരുന്നു. ഞാൻ അങ്ങനെയുള്ള ശ്രദ്ധയപ്പെടുന്ന പറ്റാവുന്നിടത്തെല്ലാം ഓടിയെത്തുന്നുണ്ട്. പക്ഷേ ആ ഓടിയെത്തൽ കൊണ്ട് മാത്രം പോരാ, എന്തായാലും ഇത്തരം പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ സമഗ്രമായ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോയത്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ലോക ക്ഷീരദിനത്തിൻ്റെ ഒരു ഫംഗ്ഷനിൽ അദ്ദേഹം പറയുന്നുണ്ടായി, ഞാൻ ഈ വകുപ്പ് ഏറ്റെടുത്തേനെ, എനിക്ക് 1 കോടി ലിറ്റർ പാൽ ഒരു ദിവസം ഉണ്ടാകുന്നതിനാണ് സന്തോഷം. 70 ലക്ഷം ലിറ്റർ പാലേ ഇപ്പോൾ ഉള്ളൂ. പക്ഷേ ബിന്ദുകൃഷ്ണൻ അത് ഭംഗിയായി ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ആ വകുപ്പ് ഏൽപ്പിച്ചത്. അപ്പോൾ 1 കോടി ലിറ്റർ പാൽ ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെ പറ്റും? തീർച്ചയായും പറ്റും. നമ്മളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് സാധ്യമാകും. എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നൊരു വകുപ്പ് കൂടിയാണ് ക്ഷീര വികസന വകുപ്പ്. സ്വാഭാവികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്, അത് ഏത് മേഖലയിലുണ്ട്. ആ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ആ കഠിന പരിശ്രമം ഒരു ഭാഗത്ത്, വെല്ലുവിളികൾ വരുന്നതിനെ അവസരമാക്കി മാറ്റുക. ഈ 70 ലക്ഷം ലിറ്റർ പാല് എന്ന് പറയുന്നത് ക്ഷീരമേഖലയിൽ പുതുപദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട്, നമുക്കറിയാലോ നമ്മളൊക്കെ വളർന്നു വന്ന ഒരു കാർഷിക സംസ്കാരത്തിലാണ്. ആ കാർഷിക സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു വളർത്തുമൃഗങ്ങൾ, പ്രത്യേകിച്ചും പശു വളർത്തൽ. ഒരു കുടുംബത്തിൽ ഒരു പശു ഇല്ലാത്ത ഒറ്റ വീട് നാട്ടുമൃഗങ്ങളെ അന്ന് കാണാനില്ല. ഇന്നിപ്പം കേരളം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കൃഷിയിടം കുറഞ്ഞു വരുന്നു, ഉള്ളവ തന്നെ തരിശായി കിടക്കുന്നു. ആളുകൾ താമസം നഗരങ്ങളിലേക്കും പ്രാന്തപ്രദേശങ്ങളിലേക്കും മാറ്റുകയാണ്. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പശുവിൻ്റെ എണ്ണം കൂട്ടുക സാധ്യമല്ല, ഇന്ന് കൂട്ടാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരു പശുവിൻ്റെ ഓണർഷിപ്പ് അത് ഒരാൾക്ക് കൊടുത്തുകൊണ്ട് അത് മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് വളർത്താം. അങ്ങനെയുള്ള നൂതനമായ സാധ്യതകളൊക്കെ പരിശോധിച്ചുകൊണ്ട് പുതു പദ്ധതികളുടെ പണിപ്പുരയിലാണ് ഞങ്ങൾ. അടുത്ത 3 വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് തന്ന ടാർഗറ്റ് അത് തീർച്ചയായും നടപ്പാക്കും. 1 കോടി നിറവേറ്റും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമുക്ക് കേരളത്തെ സംബന്ധിച്ചിട്ട് 1 കോടി 40 ലക്ഷം കോഴിമുട്ടകളാണ് അന്യസംസ്ഥാനത്ത് കേരളത്തിൽ വരും. ഒരു മുട്ടയ്ക്ക് 5 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 5 കോടി രൂപയുടെ നമ്മുടെ ആഭ്യന്തര വരുമാനം പുറത്തേക്ക് ഒഴുകുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ ഈ കോഴിമുട്ട, പ്രത്യേകിച്ച് വനിതാ ശാക്തീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കോഴിമുട്ട ഉൽപ്പാദിപ്പിക്കാനുള്ള എന്തെങ്കിലും പ്രോജക്റ്റുകൾ? ഒത്തിരി പ്രോജക്റ്റുകളാണ് ഇപ്പോൾ തന്നെ ഞങ്ങളെ വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ് എല്ലാ സ്കൂളുകളിൽ. ഞാൻ ആദ്യം വിചാരിച്ച് കോഴിക്കുഞ്ഞ് വാങ്ങാനൊന്നും അധികാരം വരത്തില്ലെന്ന്. എൻ്റെ നാട്ടിൽ തന്നെ തൃക്കരുവ കുറച്ചാളുകളെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ഇപ്പോൾ എല്ലാവരും
വേറൊരു ശൈലി ജീവിതമാണല്ലോ. അതെ അതെ. എന്നാലും കോഴിക്കുഞ്ഞെന്ന് കേൾക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി എല്ലാവരും. ഇന്നലെ അഞ്ചാലുംകൂടി സ്കൂളിൽ കുഞ്ഞുങ്ങൾ ഇത്ര സന്തോഷത്തോടെയാണെന്ന് പറഞ്ഞ് മുട്ടായിട്ട് എല്ലാവരും. നമ്മുടെ നാട്ടിൽ മറ്റൊരു പ്രശ്നമുണ്ട്, സ്ത്രീകൾ വളരെ ആരോഗ്യപരമായി വളരെ വീക്ക്, അനീമിക്കാണ്, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട്. ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസിക്ക് വീട്ടിലിപ്പോൾ ഞാൻ അടക്കമുള്ള വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ജാഗരൂകരാണ്, പക്ഷെ സ്വന്തം കാര്യമാണ് എപ്പോഴും മാറ്റി വയ്ക്കുന്ന തിരക്കിൽ. അത് പൊതുവേ സ്ത്രീകളുടെ ഒരു രീതിയാണ്. അപ്പം ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ഒരു സ്ത്രീക്ക് സ്വന്തം കുടുംബത്തോട് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട സ്വന്തം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പറയാനൊക്കെ എളുപ്പം, ഞാനും അത് കാര്യമായി പാലിക്കുന്ന ആളല്ല, പക്ഷെ പാലിക്കണമെന്ന് ഇപ്പോൾ മനസ്സ് പറയും. പാല് കുടിക്കാറേ ഇല്ല ഞാൻ. ആകെ ജീവിതത്തിൽ പാല് കുഞ്ഞുനാളിൽ കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പാല് കുടിച്ച പ്രഗ്നൻസി പീരീഡ്, ഡെലിവറി പീരീഡ് മാത്രമാണ്. കേരളത്തിൽ പുതിയ ക്ഷീര വികസനം കൈകാര്യം ചെയ്യുന്ന, മൃഗസംരക്ഷണം കൈകാര്യം ചെയ്യുന്ന മന്ത്രി പാല് കുടിക്കുന്നില്ല. എനിക്ക് എന്തുകൊണ്ടോ നേരത്തെ അത് ഉപേക്ഷിച്ചു. കുഞ്ഞിലെ എനിക്ക് എന്തോ അഭിമുഖം, എനിക്ക് കുഞ്ഞിലെ എനിക്ക് വളർത്തുമൃഗങ്ങളുണ്ടായിരുന്നു. സുകുമാരന്റെ ചായക്കടയിൽ സഹായിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും സഹായിക്കും, എല്ലാ ജോലികളും ചെയ്ത് സഹായിക്കുമായിരുന്നു. അവിടെയും ചായ കുടിച്ചിട്ടില്ല? ചായ വല്ലപ്പോഴും കുടിക്കും, എന്നാലും പാലായിട്ട് മാത്രം കുടിക്കാറില്ല. ഇപ്പം മരുന്ന് വല്ലതും പാല് കലക്കി കുടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത്, അങ്ങനെ ചെയ്യാറുള്ളത്. കുഞ്ഞിലെ എനിക്ക് ഒരു മണിക്കുട്ടി എന്ന് പറഞ്ഞ പശുവുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പശുവുണ്ട്. പശുവിൻ്റെ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ തൊട്ട് ഞാൻ അതോട്ട് കൂട്ടാം. അപ്പം പാല് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അന്ന് അത്രയും പ്രായമൊന്നുമില്ല. അപ്പോൾ മണിക്കുട്ടിക്ക് കൊടുക്കാനുള്ള പാല് എനിക്ക് വേണ്ട അന്ന് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. എന്തുകൊണ്ട് ഉള്ളിൽ എവിടെയോ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്നുള്ളൊരു ഫീലിംഗ്, കുഞ്ഞു മനസ്സിലുണ്ടായ ഒരു ഫീലിംഗ്, ആ ഫീലിംഗ് പിന്നെ തന്നെ. പക്ഷേ പ്രഗ്നൻ്റ് ആയപ്പോൾ പാല് കുടിച്ചില്ലേ കുഞ്ഞിന് കുഴപ്പം വരുമെന്ന് പറഞ്ഞപ്പം ആ ഒരു കുഞ്ഞിന് പാല് കൊടുക്കുന്ന ആ പീരീഡ് എല്ലാം കൂടി ഒരു 3 വർഷം പാല് അറിയാതിന് ശേഷം പാല് കുടിച്ചിട്ടുണ്ട്. ഇറച്ചിയുടെ കാര്യം എടുക്കാം. കോഴിയിറച്ചി വേണ്ടത്ര ഇല്ല, നമുക്കറിയാം, ബ്രോയിലർ കോഴിയുടെ അഭാവം. അല്ല, മുട്ടയുടെ കാര്യം, മുട്ട കേരളത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വകുപ്പ് ആരംഭിക്കുന്നുണ്ട്, അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. ബ്രോയിലർ കോഴി വളർത്തലും വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ്. വളരെ സമഗ്രമായ പദ്ധതികളായി ഈ മേഖലയിലൊക്കെ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തുടങ്ങുന്നത്. ബ്രോയിലർ മീറ്റ് കഴിക്കാറുണ്ട്? ഇല്ല, ഇറച്ചി കഴിക്കുന്നില്ല. വെജിറ്റല്ല, മീൻ കഴിക്കും. മീൻ മാത്രം. പിന്നെ ഇറച്ചിയുടെ കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ പ്രഗ്നൻസി ഡെലിവറി പീരീഡിലുണ്ട്. എല്ലാവരും പറഞ്ഞു ഇതൊക്കെ കഴിച്ചില്ലേ കുഞ്ഞിന് കുഴപ്പം വരുന്നുണ്ട്, ഇഷ്ടമല്ലെങ്കിലും അതൊക്കെ അന്ന് കഴിച്ചു. ഈ കേരളത്തിൽ ധാരാളം ഭൂമി, പ്രത്യേകിച്ചും സർക്കാർ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ ഭൂമി തരിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പശു വളർത്തൽ അങ്ങനെയുള്ള ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ധാരാളം തീറ്റപ്പിളിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ അത് പല സർക്കാരുകളും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. ഈ സർക്കാർ എന്തെങ്കിലും? തീർച്ചയായും തീറ്റപ്പിൾ ഇന്ന് ക്ഷീര കർഷകരടക്കമുള്ള വളർത്തുമൃഗങ്ങളുടെ കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം അവർക്ക് മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റ് തീറ്റകൾക്കൊക്കെ വില വളരെ ഭീമമായി കൂടിക്കൊണ്ടിരിക്കുക. അവിടെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് തീറ്റപ്പിൾ കൃഷി തന്നെയാണ്. അതിനും ഒരേ സമയം തീറ്റപ്പിൾ കൃഷിക്ക് വളർത്തുന്നതിനുള്ള സബ്സിഡി അടക്കമുള്ള സാധ്യതകൾ പരമാവധി കർഷകർക്കായി ലഭ്യമാക്കും. മറുഭാഗത്ത് മറ്റ് കാലിത്തീറ്റകളുടെ ഉൽപ്പാദന ചെലവുകൾ കുറയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടി പരിശോധിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ അത്തരത്തിലുള്ള, ഇപ്പോൾ നമുക്കറിയാം കേരള ഫീഡ്സ് പലയിടത്തായിട്ടുണ്ട്, എങ്കിലും അതിൻ്റെ കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിച്ച് അത്തരം കാലിത്തീറ്റയുടെ വില അളവ് കൂട്ടുവാനും ഉൽപ്പാദനം കൂട്ടുവാനും ഒപ്പം ഗുണകരമായ കാലിത്തീറ്റ ഉൽപ്പാദനം കൂട്ടുവാനും ഒപ്പം വില നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികളെടുക്കും. ധാരാളം ജന്തുജന്യ രോഗങ്ങൾ, ഷിഗല്ല ഉൾപ്പെടെയുള്ള ധാരാളം ജന്തുജന്യ രോഗങ്ങൾ മനുഷ്യരിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബ്രൂസല്ലോസിസ്, അതോടൊപ്പം തന്നെ പേവിഷബാധ, ഇതൊക്കെ തരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ അതിനൊരു പ്രത്യേക വിങ് ഇതിനു വേണ്ടി രൂപീകരിക്കേണ്ടതല്ലേ, ഒരു പബ്ലിക് ഹെൽത്ത് വിങ്? മൃഗസംരക്ഷണ വകുപ്പിൽ അത്തരം പബ്ലിക് ഹെൽത്ത് വിങ് രൂപീകരിക്കാൻ ശ്രമിക്കുക. കാരണം കഴിഞ്ഞപ്പോൾ ജൂലൈ 6-ാം തീയതി ലോക ജന്തുജന്യ രോഗ ദിനമായിരുന്നു. ആ ദിനത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ കുളമ്പ് രോഗം ഏറ്റവും കൂടുതൽ സാർവത്രികമായി കണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഞാൻ മന്ത്രിയായതിനു ശേഷം ഏറ്റവും കൂടുതൽ ഫോൺ കോൾ ലഭിച്ച കർഷകരിൽ നിന്ന് പശു ചത്തുപോയി, നഷ്ടപരിഹാരം കിട്ടിയില്ല എന്നതടക്കമുള്ള ഒരുപാട് പരാതികളുണ്ട്. അതുകൊണ്ട് ഈ നിർണയിച്ച് ചികിത്സയേക്കാൾ പ്രധാനമാണ് രോഗപ്രതിരോധം എന്നുള്ളത്. ആ പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള നയമാണ് ആ കാര്യത്തിൽ എടുക്കാൻ പോകുന്നത്. ഈ മനുഷ്യനിലേക്ക് പകരുന്ന ഈ രോഗങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു വിഭാഗം തന്നെ ഉണ്ടാകും. തീർച്ചയായും അത് തീർച്ചയായും വകുപ്പ് നടപ്പിലാക്കും. കാരണം മിക്കവാറും ഇന്ന് സംസ്ഥാനത്ത് അല്ലെ രാജ്യത്ത് ലോകത്ത് നമ്മൾ കേൾക്കുന്ന പല അണുക്കളും ഈ ജന്തുജന്യ പടരുന്നതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഗൗരവതരമായ ഇടപെടൽ. ഇപ്പം മൃഗസംരക്ഷണം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ മാത്രമല്ല, തദ്വാര
മനുഷ്യരെയാണ് യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത്. അത് മൃഗങ്ങളിലൂടെ മനുഷ്യരെ സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് അതിന് അതീവ ഗൗരവവും പ്രാധാന്യവും കൊടുക്കും. 10-9 നായ്ക്കളും ജനങ്ങളുടെ ജീവൻ ഭീഷണിയാണ്. തെരുവ് നായ പ്രശ്നം പ്രത്യേകിച്ച് മന്ത്രി തന്നെ കൊല്ലത്ത് അത് കേട്ടിട്ടുണ്ടാവും. പലരും വന്ന് പരാതിയൊക്കെ പറയും. അപ്പോൾ തെരുവ് നായ്ക്കൾ പരാതി പറയണ്ടല്ലോ, നമ്മൾ ഇറങ്ങി കിടന്ന എല്ലാ അവസരമല്ലേ ഇല്ല. ഇപ്പോഴും നമ്മൾ ഇറങ്ങി കിടക്കുമ്പോൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ ആശ്രാമം മുഴുവൻ പട്ടികളാണ്. വീടിൻ്റെ പരിസരത്ത്, ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് കുറേ പുരയുടെ ഒഴിഞ്ഞു കിടന്നു. എൻ്റെ തമ്പുരാന് എത്ര പട്ടികൾ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞൊരു ചാടി വീഴുമായിരുന്നു. ABC പ്രോഗ്രാമൊക്കെ ABC പ്രോഗ്രാമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ അത് ഫലപ്രദമാകുന്നില്ല. ഇടയ്ക്കാണെങ്കിൽ നേരത്തെ കോർപ്പറേഷൻ അവിടെ പൊളയത്തോട് ഉള്ള ഈ പറഞ്ഞ കണക്ക് വന്ധ്യംകരിച്ച പട്ടി പ്രസവിച്ച അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും കുറ്റമറ്റ രീതിയിൽ ഈ കാര്യം നടപ്പിലാക്കുന്നത് ഞങ്ങൾ പിന്നെ ഒരു സംസ്ഥാനതല സെമിനാർ ഈ 17-ാം തീയതി മണ്ണുത്തിയിൽ വെച്ചിട്ടുണ്ട്, തദ്ദേശ വകുപ്പുമായിട്ട് ചേർന്ന്. അത് ഏറ്റവും കൂടുതൽ എത്ര കുഞ്ഞുങ്ങളെ പട്ടി കടിച്ച് നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ വേദന, കുഞ്ഞെന്നോ പ്രായമായിരുന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യരെ ഭയാനകമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ സർക്കാർ വകുപ്പുകൾ ഏകോപനത്തോടെ ചെയ്യും. 2011 ചാത്തന്നൂർ മത്സരിക്കുന്നു, 2014 ആറ്റിങ്ങൽ ലോക്സഭയിൽ മത്സരിക്കുന്നു, 2021 കൊല്ലത്ത്, 2026 കൊല്ലത്തൊക്കെ മത്സരിക്കുന്നു. അപ്പോഴൊക്കെ കേട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യം ഒരു പ്രസംഗം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ കശുവണ്ടി ഫാക്ടറിയിൽ ഒരു തൊട്ടിൽ കെട്ടി അതിൽ കിടന്ന് ആടുന്ന കുഞ്ഞായിരുന്നു ബിന്ദുകൃഷ്ണ. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ ചായക്കടയിൽ ചായ ഒഴിക്കാനും മറ്റും സഹായിച്ചിരുന്നു. ഇതൊക്കെ ഇത്തരം നിലത്ത് തൊട്ട് നിൽക്കുന്ന ഇത്തരം ജീവിതാനുഭവങ്ങളൊക്കെ മന്ത്രിപദത്തിന് കരുത്താവുന്നതായിരുന്നു. തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് ജനവിഭാഗമായിക്കോട്ടെ, പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ പറഞ്ഞറിയേണ്ട കാര്യമില്ലല്ലോ. അനുഭവത്തിലൂടെ വന്നതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് കാര്യം മുന്നിൽ വന്നാലും ഗാന്ധിജി പറഞ്ഞതുപോലെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മളൊരു വകുപ്പ് തല തീരുമാനമെടുക്കണം. ഏത് തീരുമാനം എടുത്താലും സമൂഹത്തിലെ താഴെത്തട്ടിലെ ആളെ ഈ തീരുമാനം എങ്ങനെയാണ് ബാധിക്കുന്നത്, എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് അതാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന തീർച്ചയായും അത് പാഠപുസ്തകങ്ങൾ പഠിക്കുന്നതിനപ്പുറത്തേക്ക് സ്വന്തം ജീവിതാനുഭവങ്ങൾ ആ നിലയ്ക്കാണ് എന്നെ പരുവപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് ശ്രദ്ധിച്ച് പോകണമെന്നാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ആദിവാസി സമൂഹങ്ങൾ, ദളിത് സമൂഹം അടക്കമുള്ള നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ അധികാര കേന്ദ്രങ്ങളോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ തരുന്നൊരു മറുപടിയുണ്ട്. ഇത്ര കോടി രൂപ അട്ടപ്പാടി ചെലവഴിച്ചു, ഇത്ര കോടി രൂപ ദളിത് സമൂഹത്തിനെ ചെലവഴിച്ചു, SC/ST വിഭാഗം ഇത്ര കൊടുത്തു, അല്ലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഇത്ര കൊടുത്തു, അല്ലെ ഏതെങ്കിലും ദുർബലരെ രോഗബാധിതർക്ക് ഇത്ര കൊടുത്തു. കോടികളുടെ കണക്കാണ്. പക്ഷേ താഴെ ഇറങ്ങി നാട്ടിൽ കൂടി നടക്കുമ്പോൾ അവരിൽ പലരുടെ അവസ്ഥ ദയനീയമാണ്. അപ്പോൾ ഈ പദ്ധതികളും പരിപാടികളും എത്തേണ്ടവരിൽ എത്തുന്നു എന്ന സംശയം അവിടെയാണ് വന്നത്. അധികാര വികേന്ദ്രീകരണം രാജ്യത്ത് നടപ്പിലാക്കിയത് പോലും ഈ ചിന്തയിൽ നിന്നാണ്, ഈ ബോധ്യത്തിൽ നിന്നാണ്. പക്ഷേ ഇപ്പോഴും അത് പൂർണ്ണമായിട്ടില്ല എന്നാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. UDF സർക്കാർ അതിൽ പ്രതിജ്ഞാബദ്ധമാണ്. ഈ അഫക്റ്റഡ് ആരാണോ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കേണ്ടവർ, ആ ആനുകൂല്യം അവരിലേക്ക് എത്തുന്നുവെന്ന് സർക്കാർ ഉറപ്പുവരുത്തും. നയപ്രഖ്യാപനത്തിൽ നിരവധി കാര്യങ്ങളാണ് പറയുന്നത്. അഗതി അനാഥരഹിത കേരളം, എല്ലാ ഇൻഡസ്ട്രിയൽ ITIകളും ഉൽപ്പാദന കേന്ദ്രങ്ങളാക്കും, അവിടെയെല്ലാം ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ആർത്തവ ദിന അവധി നൽകും. അസംഘടിത മേഖലയിലെ സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവ അവധി. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ബിന്ദുകൃഷ്ണയുടെ പോർട്ട്ഫോളിയോയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നടപ്പാവും എന്ന 100% ഉറപ്പുണ്ട്. തീർച്ചയായും നിശ്ചയദാർഢ്യമുണ്ട്, നടപ്പാക്കണം. ആ നയപ്രഖ്യാപനം തീർച്ചയായും നടപ്പിലാക്കണമെന്നത് തന്നെയാണ് ആത്മാർത്ഥമായ ആഗ്രഹം. പ്രായോഗിക ബുദ്ധിമുട്ടിൽ എന്തെങ്കിലുമൊക്കെ സ്വാഭാവികമായിട്ട് വരുമല്ലോ, അതിനെയൊക്കെ അതിജീവിക്കാനുള്ള മാർഗ്ഗം കൂടി ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും പുതുയുഗത്തിൻ്റെ പ്രതീക്ഷകൾ ഇങ്ങനെ പാറി പറക്കട്ടെ. മന്ത്രിക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.